ഈ അച്ചൂസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. കോട്ടയം വൈബ്സും നമ്മൾ ഒന്നിച്ച് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ആള് ഇവർ രണ്ടുപേരും. അതാണ് അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയത്. അവനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. ബോറടിച്ചായിരുന്നല്ലേ? സാറ് ഇവിടെ നിന്ന് ഞാനൊന്ന് നേരത്തെ പോയി കാണുന്നു. ഓക്കെ സാറേ, കുഴപ്പമില്ല, ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ എൻ്റെ ലൈവ്, നാളെ വഴിയല്ല, കാരണം ഞാൻ ലൈവ് തുടങ്ങുമ്പോൾ സാർ ഉറങ്ങും. കാരണം എന്തിനൊക്കെ 12 മണിക്കാണ് തുടങ്ങി. ഇന്നിപ്പം നേരത്തെ ഞായറാഴ്ച കൊണ്ട് തുടങ്ങിയതാണ്. ഹാജിസ് വെൽക്കം. ലൈക്ക് അടിച്ചോളൂ. വരുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും ലൈക്ക് അടിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരൂ. അച്ചു കണ്ണൂരാണ്. അത് കുഴപ്പമില്ല, സന്തോഷം. കണ്ണൂരിൽ നിന്ന് നമ്മുടെ ലൈവിലേക്ക് എത്തിയ അച്ചുവിന് സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. കുഴപ്പമില്ല, സന്തോഷം കൊണ്ട് ഞാനിന്ന് എല്ലായിടത്തുനിന്നും ആളുകൾ എത്തുന്നുണ്ടല്ലോ. ഉസ്താദ് എത്തിയിട്ടുണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നാന്ന് തോന്നുന്നു, കണ്ണൂരിൽ നിന്ന് പറ്റി പറഞ്ഞെന്ന് തോന്നുന്നു. എവിടെയാണ് മറന്നിരിക്കുന്നു, എല്ലാം ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യം തന്നെ ഞാൻ മറന്നു, അപ്പം എല്ലാം ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും കണ്ണൂരിൽ നിന്ന് വന്ന അച്ചുവിന് മഹീന്ദ്ര ഹോണ്ട സർവീസ് സെൻറ്റർ അടിപൊളി, അതും നല്ലത്. സർവീസ് സെൻറ്ററിലാണല്ലേ, അടിപൊളി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചു അച്ചുവിൻ്റെ സ്ഥലം എവിടെയാണെന്ന്, അച്ചു പറഞ്ഞില്ല. ഇന്ന് എന്തായാലും പറഞ്ഞു, ഞാൻ പാലക്കാരൻ, V4 വില്ലേജ് മാൻ. ഇതിലേക്ക് ചുറ്റിക്കറങ്ങി നടന്ന ഇലക്ട്രിക്കൽ വർക്ക്, പിന്നെ അല്പാൽപ്പം ചാനൽ പ്രവർത്തനങ്ങളും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നു. എന്താ പറയുക, ലുലു പോട്ടെ, ലൈറ്റ് വർക്കുകൾ. അങ്ങനെ കറണ്ട് കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫാനിൻ്റെ സ്പീഡ് കൂടും, ഞാൻ സ്പീഡ് കുറച്ചിട്ടേക്ക് വരുന്നു. അങ്ങനെ എന്തു പറ്റി അച്ഛൻ പപ്സ് തരാത്തതുകൊണ്ടാണോ സങ്കടം? അച്ഛനോട് പറയൂ, നാളെ 2 പപ്സ് മേടിച്ച് തരാൻ. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് അച്ഛൻ എനിക്ക് 2-3 പപ്സ് മേടിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അച്ഛന് എന്നെ ചതിച്ചിട്ടായിട്ട് ഒരു ഫീൽ വരുന്നില്ല. ഞാൻ എന്നും അച്ഛനെ ചതിക്കും, അതാണ് കുഴപ്പം. അച്ഛനെ ചതിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എൻ്റെ കൂടെ പോരാമെന്നോർത്ത് ഇരിക്കും, പക്ഷെ ഞാൻ ലേറ്റായിട്ട് എണീറ്റ് പാല് കൊണ്ടുപോകും. നമ്മുടെ പാൽ ബിസിനസ് സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്ന ഞാനാണ്. അപ്പോൾ അച്ഛന് 7:15 ബസ്സിനൊക്കെ പോകേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന അച്ഛൻ എൻ്റെ കൂടെ പോരാമായിരുന്നു. അങ്ങനെ അച്ഛനെ ഞാൻ ചതിക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ വിശേഷം. അച്ഛൻ കേൾക്കുന്നുണ്ടോ? സാറ് പോയി കാണുമെന്ന് വിചാരിക്കുന്നു. കോട്ടയം വൈബ് ഇവിടെ ഉണ്ടോ? ആരുമില്ലാത്തൊരു തനി ലൈവോ? ഇപ്പോൾ 0 ഒക്കെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയോ? എന്നാൽ ഞാൻ എൻ്റെ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. വില്ലേജ് മാൻ്റെ ലൈവിലേക്ക് എനിക്ക് സ്വാഗതം. കട്ടായിപ്പോയോ? മോഡ് മാറ്റണം. എനിക്ക് തോന്നി എന്തോ പറ്റിയെന്നുള്ളത്. വീഡിയോ കിട്ടില്ല പലർക്കും, നോട്ടിഫിക്കേഷനും. ഞാൻ എന്തോ സെറ്റിങ്സിൻ്റെ അകത്ത് തെറ്റിച്ചിട്ടുണ്ട്. എന്തോ ഒരു തരികട ഞാനിതിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, ഞാൻ ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? സെറ്റിങ്സ്, RP, എൻ്റെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ടോ? എനിക്ക് ആ നോട്ടിഫിക്കേഷനകത്ത് കയറാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷെ എനിക്കവിടെ പറ്റുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു മൊബൈലിൽ കാണുമ്പോൾ റെസ്ട്രിക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നു. കുഞ്ഞ് എന്ത് പറ്റിയെന്നറിയില്ല.